ഹലോ, തൃക്കാർത്തിക ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ വേഗം പരിപാടിയൊക്കെ തീർക്കണം. ഉച്ച കഴിഞ്ഞിട്ട് ടൗണിലും കൂടെ പോകാനുണ്ട്. അമ്പലത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പിഷാരി കോവിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ 6-ാം തീയതി വരെ ഉത്സവമാണ്, തൃക്കാർത്തിക മഹോത്സവമാണ് നടക്കുന്നത്. അമ്പലത്തിൽ തൊഴുതിറങ്ങിയ സമയത്താണ് ഇങ്ങനെ ആനേനെയൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ട് അങ്ങനെ ആനേനെയൊക്കെ കണ്ട് നമ്മൾ അതിലേക്ക് ചുറ്റി നടന്നു. അന്നദാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ചെമ്പൊക്കെ പിടിച്ച് 2 ചേട്ടന്മാർ പോകുന്നത്. അപ്പോൾ പിന്നെ അന്നദാനം എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു. ആ പന്തലിലാണ് നമുക്ക് അന്നദാനം കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഓട്ടോ വിളിച്ച് പോകാൻ നിൽക്കുമ്പോഴേക്കും നല്ലൊരു ബ്ലോക്ക് കിട്ടി. അതായത് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തിലേക്ക് എത്താനുള്ള കുറുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ ഒരു ബ്ലോക്ക് പതിവാണ്. ഞാൻ അമ്പലത്തിന് മുമ്പൊന്ന് ഓട്ടോ കയറിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും തിരക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് അന്നദാനത്തിൻ്റെ കേസൊക്കെ ചോദിച്ച സമയത്താണ് എനിക്ക് എൻ്റെ നാട് മിസ് ചെയ്തത്. കാരണം നാട്ടിൽ എൻ്റെ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ അമ്പലത്തിലും അന്നദാനത്തിന് ഞാൻ പോകുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അന്നദാനം സ്റ്റാർ എന്ന് വരെ വിളിച്ച കഥയുണ്ട്. കാരണം ഏതമ്പലത്തിൽ എപ്പോഴും അന്നദാനം ഉണ്ടാവുമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങനെ അന്നദാനം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തി വേഗം തന്നെ ടൗണിലേക്ക് പോകാൻ ഇറങ്ങി മെട്രോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാങ്കിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ബാങ്കിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സ്ഥിരം കടയിൽ നിന്ന് ഒരു ചായയും പരിപ്പടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചെത്തുമ്പോഴേക്കും പെരും മഴയായിരുന്നു. പ്രതീക്ഷിക്കാത്ത നല്ലൊരു മഴ കിട്ടി. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നന്നായിട്ട് വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ അവിടെ സ്ഥിരമാണ്. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ വെള്ളം കെട്ടും. എന്തിനാണെന്നൊന്നും അറിയില്ല. അങ്ങനെ വീട്ടിലെത്തി. അന്നദാനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അന്നദാനത്തിന് പോകാൻ പറ്റിയില്ല. അതായത് ടൗണിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട്. കാർത്തിക ദീപമൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.